ഫിക്കാരി കാമ. മാഡം ഫിക്കാരി കാമ അവരുടെ ജന്മദേശം എവിടെയാണെന്ന് അറിയാമോ? ജന്മദേശം മുംബൈ ആണ്, അല്ലെങ്കിൽ ബോംബെ ആണ്. മാഡം ഫിക്കാരി കാമ അറിയപ്പെടുന്നത് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവെന്നാണ്. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവെന്നറിയപ്പെടുന്നു മാഡം ഫിക്കാരി കാമ. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് മാഡം ഫിക്കാരി കാമ. അതുപോലെ തന്നെ ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് മാഡം ഫിക്കാരി കാമയാണ്. അതുപോലെ തന്നെ വി.ഡി. സവർക്കർ ആരംഭിച്ചൊരു സംഘടനയുണ്ട്. ഏതാണെന്ന് അറിയാമോ? അഭിനവ് ഭാരത്. അഭിനവ് ഭാരത് എന്ന സംഘടനയിൽ വളരെ സജീവമായ പ്രവർത്തനമായിരുന്നു ആര് നടത്തിയിരുന്നത്? മാഡം ഫിക്കാരി കാമ നടത്തിയിരുന്നത്. അതുപോലെ തന്നെ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ട് എന്ന സ്ഥലത്ത് 1907 ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത് മാഡം ഫിക്കാരി കാമയാണ്. അതുപോലെ തന്നെ വിദേശത്ത് ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയ വ്യക്തി എന്ന് ചോദിച്ചാൽ ആൻസർ മാഡം ഫിക്കാരി കാമയാണ്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, വിദേശത്ത് ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ ആദ്യത്തെ വനിത ആരാണ്? മാഡം ഫിക്കാരി കാമയാണ്. മാഡം ഫിക്കാരി കാമ ആണ് കേട്ടോ. സ്ഥലം ഓർത്തുള്ള ജർമ്മനിയിലാണ്, ജർമ്മനി സ്റ്റുട്ട്ഗർട്ട് എന്ന സ്ഥലത്ത്. അതുപോലെ പറയുകയാണെങ്കിൽ പാരീസിൽ മാഡം ഫിക്കാരി കാമ ആരംഭിച്ചൊരു മാസികയുണ്ട്. ഏതാണെന്ന് അറിയാമോ? വന്ദേ മാതരം. ഏതാണ്? വന്ദേ മാതരം. പാരീസിൽ വന്ദേ മാതരം എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? മാഡം ഫിക്കാരി കാമയാണ്. 2 ലിങ്കിങ് ക്വസ്റ്റ്യനോട് പറഞ്ഞുതരാം. അതുപോലെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ഏതാണെന്ന് അറിയാമോ? കൊൽക്കത്തയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ INC കേട്ടോ, INC. അതുപോലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം സ്വാതന്ത്ര്യത്തിന് ശേഷം ന്യൂ ഡൽഹിയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് INCയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന് വേദിയാകുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം ചെന്നൈയാണ്. ഏതാണ്? ചെന്നൈയാണ്.